ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 8ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ ജിയോജിബ്ര ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മക്കളും വീഡിയോ കണ്ട് നന്നായി പഠിക്കുക. ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഷോ ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ജാലകത്തിൽ ജിയോജിബ്ര എന്ന് ടൈപ്പ് ചെയ്യുക. ഇതാണ് ജിയോജിബ്രയുടെ ലോഗോ. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വിൻഡോ മാക്സിമൈസ് ചെയ്യാവുന്നതാണ്. ഈ ജിയോജിബ്ര ജാലകത്തിലുള്ള ചതുരക്കളങ്ങളെ ഗ്രിഡുകൾ എന്നാണ് വിളിക്കുന്നത്. എക്സ് അക്ഷവും വൈ അക്ഷവും നമുക്ക് കളയാം, അതുപോലെ തന്നെ ഗ്രിഡുകളും കളയാം. ആ കളയുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആക്സസിൻ്റെ ടിക്ക് മാർക്ക് കളയാം. അതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രിഡിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ അത് രണ്ടും ഒഴിവായതായി കാണാൻ സാധിക്കും. ഫസ്റ്റ് നമുക്ക് റെഗുലർ പോളിഗൺ ടൂൾ ഉപയോഗിച്ച് ഒരു സമഭുജ ത്രികോണം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞ് പരിവൃത്തം വരയ്ക്കാം. ഒരു ത്രികോണത്തിൻ്റെ 3 ശീർഷങ്ങളിലൂടെയും കടന്നു പോകുന്ന വൃത്തമാണ് ആ ത്രികോണത്തിൻ്റെ പരിവൃത്തം. ഫസ്റ്റ് നമുക്ക് ത്രികോണം വരയ്ക്കാം. അതിനുവേണ്ടി ജിയോജിബ്രയിലെ റെഗുലർ പോളിഗൺ ടൂൾ ഉപയോഗിക്കാം. 5ാമത്തെ ടൂളിൽ നിന്ന് റെഗുലർ പോളിഗൺ ടൂൾ ക്ലിക്ക് ചെയ്ത് ജാലകത്തിൽ ക്ലിക്ക് ചെയ്ത് ഒരു വശം വരച്ചു ചേർക്കുക. അതിനുശേഷം 3 വശമുള്ളത് കൊണ്ട് 3 എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ത്രികോണം വരച്ചതായി കാണാൻ സാധിക്കും. ഇതിനെ മൂവ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് യഥാസ്ഥാനത്ത് ക്രമീകരിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ലംബ സമവാജി വരയ്ക്കുന്നതിന് വേണ്ടി ജിയോജിബ്രയിലെ ലംബ സമവാജി നിർമ്മിക്കുന്നതിന് 4ാമത്തെ ടൂൾ സെറ്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ത്രികോണത്തിൻ്റെ ലംബ സമവാജി നിർമ്മിക്കേണ്ട വശങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്ക് ഈ ഒരു വശത്ത് ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു വശത്തും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ലംബ സമഭാജി ലഭിച്ചു. ഇനി ഇതിൻ്റെ സംഗമ ബിന്ദു ലഭിക്കണം. അതിനുവേണ്ടി ഇൻ്റർസെക്റ്റ് ടൂളാണ് ഉപയോഗിക്കുന്നത്. 2ാമത്തെ ടൂളിൽ നിന്ന് ഇൻ്റർസെക്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് ഈ ഒരു 2 ലൈനിലും ക്ലിക്ക് ചെയ്താൽ സംഗമ ബിന്ദു ലഭിച്ചതായി കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഒരു പരിവൃത്തം വരയ്ക്കണം. ത്രികോണത്തിൻ്റെ 3 ശീർഷങ്ങളിലൂടെയും കടന്നു പോകുന്ന വൃത്തമാണ് ആ ത്രികോണത്തിൻ്റെ പരിവൃത്തം എന്ന് പറഞ്ഞു. ഒരു പരിവൃത്തം വരയ്ക്കുന്നതിന് വേണ്ടി സർക്കിൾ വിത്ത് സെൻട്രൽ ത്രോ പോയിന്റ് ഉപയോഗിക്കാം. സർക്കിൾ വിത്ത് ത്രോ പോയിന്റിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ ബിന്ദുവിൽ സംഗമ ബിന്ദു കണ്ടെത്തി നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു രീതിയിൽ നമുക്ക് വരച്ചു കൊടുക്കാം. ഇതാണ് ത്രികോണത്തിൻ്റെ 3 മൂലകളിലൂടെയും കടന്നു പോകുന്ന വൃത്തം. ഈ ഒരു പ്രവർത്തനം സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക, സേവിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ജാലകത്തിൽ എക്സാം 8 പ്രൊഡക്റ്റിലാണ് മക്കൾ സേവ് ചെയ്യേണ്ടത്. എക്സാം 8 പ്രൊഡക്റ്റിലാണ് സേവ് ചെയ്യേണ്ടത്. ഞാനിവിടെ സ്റ്റുഡൻസ് വർക്ക് 8ലാണ് സേവ് ചെയ്യുന്നത്. മക്കൾ എക്സാം 8 പ്രൊഡക്റ്റിൽ തന്നെയായിരിക്കണം സേവ് ചെയ്യേണ്ടത്. 8A കുട്ടികളാണെങ്കിൽ 8A, റോൾ നമ്പർ 1 ആണെങ്കിൽ 1 കൊടുക്കുക. ഷിഫ്റ്റ് മൈനസ് ആണ് അണ്ടർസ്കോർ. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കൊടുക്കുക. അതിനുശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിൽ ടൈറ്റിൽ ബാറിൽ നമ്മൾ കൊടുത്ത പേരിനോടൊപ്പം അതിൻ്റെ എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട് .ggb. ജിയോജിബ്രയുടെ ഫയൽ ഫോർമാറ്റാണ് GGB എന്നും മനസ്സിലാക്കുക. ജിയോജിബ്ര സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് മാർക്സ് ഹോവൻ ആണെന്നും മനസ്സിലാക്കുക. നമുക്കിനി അടുത്ത പ്രവർത്തനം നോക്കാം. ഇതിൽ തന്നെ നമുക്ക് 3 വൃത്തങ്ങളും വരയ്ക്കാം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ മിഡ് പോയിൻറ്റും കണ്ടെത്താം. മിഡ് പോയിൻ്റ് കണ്ടെത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ 2ാമത്തെ ടൂളിൽ നിന്ന് മിഡ് പോയിൻ്റ് ഓർ സെൻറ്റർ സെലക്ട് ചെയ്യുക. അതിനുശേഷം എ എന്ന ബിന്ദുവിലും സി എന്ന ബിന്ദുവിലും ക്ലിക്ക് ചെയ്യുക.
സി എന്ന ബിന്ദുവിലും ബി എന്ന ബിന്ദുവിലും ക്ലിക്ക് ചെയ്യുക. ബി എന്ന ബിന്ദുവിലും എ എന്ന ബിന്ദുവിലും ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് 3 ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച ഒരു വൃത്തം വരയ്ക്കണം. അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എന്താ? നേരത്തെ പറഞ്ഞതാണ്, സർക്കിൾ വിത്ത് സെൻറ്റർ ത്രോ പോയിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ സർക്കിൾ ത്രോ 3 പോയിൻ്റ് ക്ലിക്ക് ചെയ്തും വരയ്ക്കാം. ഇതുപോലെ നമുക്ക് വൃത്തം വരച്ചു കൊടുക്കാം. ഇനി വീണ്ടും സേവ് ചെയ്യാൻ ഫയൽ, സേവിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ ത്രികോണം കളയണമെങ്കിൽ എന്ത് ചെയ്യാം? ത്രികോണം കളയണമെങ്കിൽ ഈ പോളിഗൺ 1 ആണല്ലേ പോളി, ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള, അതായത് ആ ഒരു പോയിൻ്റ് ഒഴിവാക്കിയാൽ ആ ഒരു ത്രികോണം അദൃശ്യമായതായി കാണാൻ സാധിക്കും. അടുത്തതായി നമുക്ക് നിശ്ചിത അളവുകളുള്ള ത്രികോണം വരയ്ക്കാം. നമുക്ക് ഫയൽ ന്യൂ എടുക്കാം. ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ഷൻ ടൂൾ എടുത്ത് ഇതിനെ കുറച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്ത് മാറ്റാം. ഈ ഒരു ഗ്രിഡുകളും ആക്സസും വേണ്ട എങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആക്സസിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഗ്രിഡിൻ്റെ ടിക്കും ഒഴിവാക്കിയാൽ ഗ്രിഡും ആക്സസും ഒഴിവായതായി കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് നിശ്ചിത അളവുള്ള ഒരു ത്രികോണം വരയ്ക്കുന്നതിന് വേണ്ടി 8ാമത്തെ ടൂൾ സെറ്റിൽ നിന്ന് ആംഗിൾ വിത്ത് ഗിവൺ സൈസ് എടുക്കുക. ആംഗിൾ വിത്ത് ഗിവൺ സൈസ് എടുക്കുക. അതിനുശേഷം 2 ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ഞാൻ ഇവിടെയും എ എന്ന ബിന്ദു അടയാളപ്പെടുത്തി, ബി എന്ന ബിന്ദു അടയാളപ്പെടുത്തി. 45 ഡിഗ്രി കോണളവാണ് നൽകുന്നത്. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോളിഗൺ ടൂൾ ഉപയോഗിക്കാം. ഇവിടെ പോളിഗൺ ടൂളിൽ ക്ലിക്ക് ചെയ്ത് എ ബി ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പേര് ഹൈഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ലേബലിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ മതി. ക്ലിക്ക് ചെയ്യുക, ഷോ ലേബലിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കുക. അതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പോയിന്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷോ ലേബൽ ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ ഒരു പേര് അദൃശ്യമായതായി കാണാൻ സാധിക്കും. ശ്രദ്ധിക്കുക, സ്ലൈഡറിലെ കോണളവിനനുസരിച്ച് മാറുന്ന ത്രികോണം വരയ്ക്കുന്നതിന് വേണ്ടി ആദ്യം 10ാമത്തെ ടൂൾ സെറ്റിലുള്ള സ്ലൈഡർ സെലക്ട് ചെയ്ത് സ്ലൈഡർ നിർമ്മിക്കേണ്ട സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന സ്ലൈഡർ ജാലകത്തിൽ ആംഗിൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കുറഞ്ഞ വില 5 ഡിഗ്രി നൽകുക. ഇവിടെ മാക്സിമം 175 നൽകുക. മക്കളെ ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞത് അതിനനുസരിച്ച് ചെയ്യുക. ഇവിടെ 5 എന്ന് നൽകുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിന് മുന്നേ ഈ സ്ലൈഡറിൻ്റെ പേരും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. എ എന്നതാണ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ലൈഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 8ാമത്തെ ടൂൾ സെറ്റിൽ നിന്ന് ആംഗിൾ വിത്ത് ഗിവൺ സൈസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെയും ക്ലിക്ക് ചെയ്യുക. ഇവിടെ 45 ഡിഗ്രിക്ക് പകരം നമ്മൾ കൊടുക്കുന്നത് അതിന് നൽകിയ പേരാണ് എ എന്ന പേര്. ഈ എ എന്ന പേര് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക.
അടുത്തത് നമുക്ക് പോളിഗൺ ടൂൾ ഉപയോഗിച്ച് ത്രികോണം പൂർത്തിയാക്കണം. ഇവിടെ പോളിഗൺ ടൂളുണ്ട്. ക്ലിക്ക് ചെയ്യുക. എ എന്ന ബിന്ദുവിലും ബി എന്ന ബിന്ദുവിലും A1 എന്ന ബിന്ദുവിലും ഇതിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ത്രികോണം ലഭിച്ചതായി കാണാൻ സാധിക്കും. ഒരു സ്ലൈഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അനിമേഷൻ ഓൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ലൈഡറിലെ കോണളവിനനുസരിച്ച് ത്രികോണം ദൃശ്യമാകുന്നതാണ് ഇവിടെ കാണുന്നത്. ഈ അനിമേഷൻ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അനിമേഷൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ മതി. ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഈ ഒരു ചിത്രം മൂവ് ടൂളിൻ്റെ ചിത്രമാണ്. അതുപോലെ തന്നെ ഇത് പോയിൻ്റ് ടൂള്, അതുപോലെ തന്നെ മിഡ് പോയിൻ്റ് ഓർ സെൻറ്റർ, ഇൻ്റർസെക്റ്റ് ടൂള്, സംഗമബിന്ദു കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഇൻ്റർസെക്റ്റ് ടൂൾ എന്ന് മനസ്സിലാക്കുക. ഇത് മിഡ് പോയിൻ്റ്, അതായത് എ ബി പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. മിഡ് പോയിൻ്റ് സെലക്ട് ചെയ്ത് എ എന്ന ബിന്ദുവിലും ബി എന്ന ബിന്ദുവിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മിഡ് പോയിൻ്റ് കണ്ടതായി കാണാം അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ മിഡ് പോയിൻ്റ് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ സംഗമബിന്ദു എങ്ങനെ കണ്ടെത്തുന്നത് ഞാൻ പറയാം. നമ്മൾ സെഗ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് 2 ലൈൻ വരച്ചു, പരസ്പരം കൂട്ടിമുട്ടുന്ന 2 ലൈൻ വരച്ചു. സെഗ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ച് പരസ്പരം കൂട്ടിമുട്ടുന്ന 2 ലൈൻ വരച്ചു. അതിനുശേഷം ഇൻ്റർസെക്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് ഈ 2 ലൈനിലും ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ സെൻറ്ററിൽ എന്ത് കിട്ടി? സംഗമബിന്ദു കണ്ടെത്തിയല്ലേ. ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ലൈൻ വരക്കാനാണ് ഏതൊക്കെ ടൂളുകൾ ഉപയോഗിക്കുന്നത്? ലൈൻ ടൂൾ ഉപയോഗിക്കുന്നത്, സെഗ്മെൻറ്റ് ടൂൾ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ലൈൻ, ആന്തര വര വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പാരലൽ ലൈൻ ടൂള്. അതുപോലെ തന്നെ പോളിഗൺ ടൂൾ ഉപയോഗിക്കുന്നത് ബഹുഭുജങ്ങൾ നമുക്ക് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ബഹുഭുജം പോളിഗൺ ടൂളുണ്ട്, റെഗുലർ പോളിഗൺ ടൂളുണ്ട്. അതുപോലെ തന്നെ സർക്കിൾ വരയ്ക്കാൻ സർക്കിൾ വിത്ത് സെൻട്രൽ ത്രോ പോയിൻ്റ് ഉണ്ട്, സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ് ഉണ്ട്. 3 ബിന്ദുക്കളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വൃത്തം വരയ്ക്കാൻ പറ്റും. അത് നമ്മൾ ഉപയോഗിച്ചതാണ്. ആ ഒരു രീതിയിലും വൃത്തം വരയ്ക്കാം. വൃത്തം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ടൂളുകളാണ്: ഒന്ന് സർക്കിൾ വിത്ത് സെൻറ്റർ ത്രോ പോയിൻ്റ്, സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ്, സർക്കിൾ ത്രോ 3 പോയിൻ്റ്. അതൊക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ ആംഗിൾ ടൂൾ കോൺ അളക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ആംഗിൾ ടൂൾ എന്നും മനസ്സിലാക്കുക. 2 ബിന്ദുക്കൾ തമ്മിലുള്ള അകലം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഡിസ്റ്റൻസ് ഓർ ലെങ്ത് ഉപയോഗിക്കാം. ശ്രദ്ധിക്കുക, സേവ് ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞതാണ്, ഒന്നും കൂടെ പറഞ്ഞു തരാം. ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക, സേവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആനുവൽ എക്സാം എന്നത് സെലക്ട് ആയിട്ടുണ്ടാവും. ആനുവൽ എക്സാം സെലക്ട് അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ എക്സാം 8 പ്രൊഡക്റ്റ് എന്നത് ഇവിടെ കാണാൻ സാധിക്കും. എക്സാം 8 പ്രൊഡക്റ്റ് എന്നത് സെലക്ട് ചെയ്യുക. സ്റ്റുഡൻസ് വർക്ക് 8ലാണ് ഞാൻ സേവ് ചെയ്യുന്നത്. മക്കൾ എക്സാം 8 പ്രൊഡക്റ്റിൽ തന്നെയായിരിക്കണം സേവ് ചെയ്യേണ്ടത്. രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പേരാണ് കൊടുക്കേണ്ടത്. 8A റോൾ നമ്പർ _ സർക്കിൾ എന്ന് കൊടുത്തു. സേവ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. എല്ലാ മക്കളും വീഡിയോ കൊണ്ട് നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.